നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും, എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഉയർപ്പിൻ്റെ തിരുനാൾ ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ്. നിങ്ങൾ ആദ്യം അറിയേണ്ടത്, മനുഷ്യജീവിതവുമായി കണക്കാക്കുമ്പോൾ തകർന്നടിഞ്ഞു പോയി റിവേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഉയർപ്പ് തിരുനാൾ ഓരോ ക്രിസ്തീയ വിശ്വാസികളിലേക്കും പുതിയ പ്രതീക്ഷകളുമായി കടന്നു വരുന്നത്. കഠിനതയുടെ നോമ്പുകാലെല്ലാം കഴിഞ്ഞ് കുറ്റവിചാരണയും കഴിഞ്ഞ് ശിക്ഷയും ഏറ്റുവാങ്ങി അവസാനം വീണ്ടും പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചമായി വീണ്ടും ഉയർപ്പ് തിരുനാളിലേക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ജീവിതത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളിലേക്ക് കടന്നു പോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും പേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെ 26 ദേവതകളുടെയും തിരുനാൾ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോളോവേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. പേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെ 5 നാഗദേവതകൾക്ക് പേരമംഗലത്തപ്പൻ്റെ ഐതിഹ്യം സോപാന സംഗീതം നിങ്ങൾക്ക് വേണ്ടി പാടി ഉണർത്തുമ്പോൾ തളിച്ചുകൊടുക്കൽ പൂജ പാർട്ടായിട്ട് ചെയ്യുന്ന അതേ ഗുണം തന്നെ ലഭിക്കും. അപ്പോൾ ഒരു ദേവതയ്ക്ക് സോപാന സംഗീതം പാടുന്നതിന് 1000 രൂപയാണ്. 5 നാഗദേവതകൾക്ക് പാടണമെങ്കിൽ 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 5 നാഗദേവതകൾക്ക് പാർട്ടായിട്ട്, അതായത് പാക്കേജിൽ തളിച്ചുകൊടുക്കൽ പൂജ ചെയ്ത അതേ ഗുണം തന്നെ ലഭിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും കുടുംബ സമാധാനത്തിനായാലും സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ ഇവിടെ പാടുന്ന കുട്ടികൾ സോപാന സംഗീതം പാടുന്ന വരികളോടുകൂടി തന്നെ നിങ്ങൾ കാണിക്കുകയാണ്, കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഭഗവാന്റെ ഉത്ഭവമാണ്, ഭഗവാന്റെ മാത്രമല്ല എല്ലാ നാഗദേവതകളുടെ ഉത്ഭവമാണ് പറയുന്നത്. കശ്യപൻ തൻ്റെ 2 പത്നിമാരിവർക്ക് വരം കൊടുത്തൊരു നാളിൽ. അങ്ങനെ ഭഗവാൻ ഉത്ഭവിച്ച് ലോകത്തെ സംരക്ഷിക്കുന്ന സമ്പൂർണ്ണ ഭഗവാന്റെ ഐതിഹ്യ കഥയാണ്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ കുട്ടികൾ സോപാന സംഗീതത്തിലൂടെ ഇടയ്ക്ക് കൊട്ടി താളമടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പാക്കേജ് പൂജ തളിച്ചുകൊടുക്കൽ ചെയ്ത അതേ അനുഭവം തന്നെ ഉണ്ടാകും. കുടുംബസമൃദ്ധിക്കും കച്ചവടാഭിവൃദ്ധിക്കും വിദ്യാഭ്യാസത്തിനും വിവാഹ തടസ്സം മാറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതെല്ലാം ഉപകരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് അത് ബുക്ക് ചെയ്യുക. അതിൻ്റെ വിഷ്വൽസ് ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ നാടുകളിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വന്ന് അവിടെ ഭജന നടത്താൻ 2.5 മണിക്കൂർ, അതോടൊപ്പം ആ ദേവതയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ തന്നെ ആലപിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരികയും ചെയ്യും. ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക. ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒന്ന് ചെയ്തു തരികയും ചെയ്യും. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മേടം മാസത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ. കാരണം ഒരുപാട് ജ്യോത്സ്യന്മാർ പാരമ്പര്യവാദികളും മുറിയും മുണ്ടനുമായിട്ടൊക്കെ വന്നിട്ട് മുഖമില്ലാത്തവരൊക്കെ വല്ലതും പറയുന്നുണ്ട്. ഒരു സത്യവുമില്ലാത്ത വെറും ജൽപ്പനങ്ങളാണ്. കാരണം നമ്മൾ പറയുന്ന വ്യാഴമാറ്റം വെച്ചുകൊണ്ടാണ് എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ വിഡ്ഢി അതിദയനീയമായി വീഡിയോയിട്ടുകൊണ്ട് ഒരാൾ പോലും കാണുന്നില്ല. എന്നിട്ടും നമ്മളെ വെല്ലുവിളിക്കുന്നു, തിരിച്ച് നമ്മൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരും കാണുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയി, അവസ്ഥാന്തരം മാറിപ്പോയി. അത്യുത്തമം ഉത്തമമൊക്കെ പോയി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല. അശ്വതിക്കും ഭരണിക്കും ഒക്കെ ഉത്തമം പറയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഏത്? അതും 10ാം ഭാവത്തിൻ്റെ 10ാം ഭാവം 12-1 നാശസ്ഥാനത്ത്. ഇതുപോലും മനസ്സിലാക്കി തരാതെ വെറുതെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ പഠിച്ചെടുക്കണം. പഠിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ജ്യോതിഷം. ഇപ്പോൾ പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു. വാസ്തു എന്ന് പറഞ്ഞാൽ വാസ്തു വർഷം ആവാഴ്ചയൊന്നും മാറ്റാൻ പറ്റില്ല കേട്ടോ. വാസ്തു ഇവിടുന്ന് വാസ്തുചര്യം വന്ന് ചെക്ക് ചെയ്ത് പാരമ്പര്യവാദിയായിരിക്കുന്ന ആൾ കാണിച്ച മണ്ടത്തിലൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ മാറ്റണം. പറ്റാത്തത് വിറ്റ് മാറാം. ഒക്കെ നമുക്ക് പൂജയിൽ വരുമ്പോൾ ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരിക. അപ്പോൾ എത്ര നിവൃത്തിയില്ലെങ്കിലും ഇവിടെ 27 ദേവതകളുണ്ട് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തി അതിന് ശേഷം താഴെ കൗണ്ടറിൽ നിന്നൊരു ചരട് വാങ്ങി ധരിക്കുക. 27 ദിവസം വരെ ആ ചരടിലൂടെ പോകാം. പിന്നെ അതിനും വന്ന് ആരോഗ്യസ്ഥിതി അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു ചരട് വാങ്ങി ധരിക്കുക. അതിലൂടെ 27 ദിവസം പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം. ഏലസ് ധരിച്ച് കൃത്യമായിട്ട് പ്രണവമലയിൽ 108 ഗണപതി 1000 രൂപ പാക്കേജ്, 7 ദിവസം നാരികമാല 400 രൂപ, അങ്ങനെ 1400 രൂപ വഴിപാട് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം വരും. 1.5 വർഷം അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്താം. ആവാഹന പൂജയ്ക്ക് 56,000 രൂപയാണ്. പൈസ പേടിച്ച് നിൽക്കേണ്ട, കാരണം നിങ്ങൾ മുടക്കിയത് 100 രൂപയാണ്. അതിൽ നിന്ന് ഗണപതിയാണ് പൈസ തരുന്നത്. പിന്നെ നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പൈസ എന്നുള്ള വിഷമം വേണ്ട. ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്തത് സമ്പാദിച്ച് നിങ്ങൾക്ക് ആവാഹന പൂജയിലേക്ക് വരാം. മറ്റുള്ളവർ പറയുന്ന പോലെയല്ല. ഇവിടെ ആവാഹന പൂജ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാം. ഇതേപോലെ ഒരു ആചാര്യനും ഒരു ജ്യോത്സ്യനോ ഒരു കർമ്മിയോ ഒരു കൗപീനധാരിയോ ഒന്നും ഒരാൾക്കൊരു ഉറപ്പ് തന്നിട്ടില്ല കേട്ടോ. ഞാൻ 31 വർഷം ബിസിനസ് ചെയ്ത ആളാണ്. ആ സമയത്ത് ഞാൻ ഓടി ചിലവാക്കിയ പൈസയ്ക്കൊന്നും കൈ കണക്കില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയപ്പോൾ
ജീവിതം തിരിച്ചടിക്കാൻ സാധിച്ചത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ധൈര്യമായിട്ട് വരിക, മറ്റുള്ളവർ പറയണതൊന്നും കേൾക്കേണ്ട, കാരണം നമ്മുടെ ജീവിതം നമുക്കുള്ളതാണെന്നുള്ള ചിന്തയോടുകൂടി വളരുക. അപ്പോൾ അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ജയങ്ങളും കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കലാകായികപരമായ കഴിവുള്ളയാളാണോ, കച്ചവടക്കാരനാണോ, കൃഷിക്കാരനാണോ, കൂലിപ്പണിയാണോ, എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 27 പേജുകളിലായിട്ട് ചിന്തിച്ച് ഗണിച്ച് എഴുതാൻ. അല്ലാതെ ഇവർ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ജാതകം എടുത്താലൊന്നും ഇതൊന്നും കിട്ടില്ല. ഈ മണ്ടത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങുക. ഒരു 8-10 മാസം താമസം എടുക്കും ഇവിടുന്ന് അത് എഴുതി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ല. ധൈര്യമായിട്ട് ചേരാൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ടുള്ള സംഘടനയിൽ അംഗങ്ങളാവുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത്, വരിക. അതോടൊപ്പം തന്നെ 24-ാം തീയതി കാളിയാർ പുഴയിൽ 27 ദേവതകളുടെ ആറാട്ടുണ്ട്. ആറാട്ട് കുളിച്ച് ആറാട്ട് സദ്യ കൊണ്ട് കൊടിക്കൽപ്പറ നിറച്ച്, അതേപോലെ തന്നെ കൊടിക്കൽ സ്വർണ്ണകുംഭത്തിൽ കാണിക്കൊക്കെ ഇട്ട് ഭഗവാന്മാർക്ക് നിവേദ്യം കൊടുത്തു കഴിയുമ്പോൾ ജീവിതം മാറി മറിയുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അയ്യനേ ശരണം, സ്വാമിയേ ശരണം. അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു. തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം. പ്രണവമല വാഴും ഭഗവാന്റെ തിരുനാമം. ശരണം ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അഭയമേകണമയ്യപ്പ, ആശ്രയമേകണമയ്യപ്പ. ചന്ദ്രകലാധരൻ ശംഭുതന്റെ പുത്രനായി വന്നു പിറന്നവനെ. വിഷ്ണുമോഹിനി തന്റെ പുത്രനല്ലേ, ഗണപതി തന്നുടെ സോദരൻ. ഗോവിന്ദ നാരായണ മാധവ ശിവേശ്വര, നിന്തിരു മുന്നിലെത്തി കൈ തൊഴുന്നു ഞാൻ. ലക്ഷ്മിപദേ തിരു മുന്നിലെത്തിടാ, പ്രണവ മാമല തന്നിലെത്തിടാ. കദ്രുവിൻ പുത്രനെ നാഗരാജാവേ, പ്രണവമലയിൽ വാഴും ദേവനെ. പെരമംഗലത്തപ്പ നാഗരാജാവേ, പ്രണവഗിരിയുടെ അധിപതിയെ. സങ്കടക്കടലുകൾ കടന്നിടുവാൻ നിൻ മുന്നിൽ ഞങ്ങൾ ഓടിയെത്തിടാം. കൃഷ്ണ നീ എനിക്കേകിയ വരമായി ഈ പുണ്യഭൂമിയിൽ വന്നുവല്ലോ. കൃഷ്ണ നീ എനിക്കേകിയ വരമായി ഈ പുണ്യഭൂമിയിൽ വന്നുവല്ലോ. അനുഗ്രഹവർഷം തേടി ഞാൻ അലഞ്ഞപ്പോൾ നീ എന്നിൽ നിർവൃതി നൽകിയല്ലോ. അസ്തിമുഖനേ ഗണപതിയേ, ലംബോദരനേ ഗണപതിയേ, നിവർത്തിദായക ഗണപതിയേ, ഉദ്ദിഷ്ട ഗണപതേ ശരണം. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ.
അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. ഇത് സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ അതുകൂടെ ശിഷ്യനാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ്. 2022 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തെക്കോട്ട് പോകുന്തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള രീതിയിലേക്കും. പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു ഏലസ് ധരിച്ചു. കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, എല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏലസ് ധരിക്കുക. ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ പൈസ വരും. പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ ജ്യോതിഷം പഠിക്കണം തോന്നി. കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു 10 പേർക്ക് ഇതിൻ്റെ വഴി കാണിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമസ്കാരം. ഇദ്ദേഹം രാവുണ്ണി, പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ്. ഏതാണ്ട് 2017 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിക്കും. അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന അതേപോലെയാണ് പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് ആഹ്വാന പൂജ കഴിഞ്ഞു, സന്താനങ്ങളുണ്ടായി. പിന്നീട് സ്വന്തമായിട്ട് വീട്ട് നിർമ്മിക്കാൻ പറ്റി. ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള, അതായത് സ്വന്തമായിട്ട് ഇത്ര നാളും വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു, വഴിപാട് നടത്തുന്നു. അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ട് ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത്, ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട്, അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ഏലസൊക്കെ ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു.